ഈ മോർച്ചറി എന്ന് പറയുമ്പോൾ അത് ഈ ശവശരീരങ്ങളുടെ കൂടെ ശവശരീരങ്ങൾക്ക് കാവൽ നിൽക്കുക, അതുണ്ടാക്കുന്ന ഭയപ്പാട്, ഈ ആത്മാക്കൾ, പ്രേതങ്ങൾ അവരെ പറ്റിയിട്ടുള്ള കഥകൾ, അങ്ങനെ ഒരു വേറെ തന്നെ ഒരു പ്രപഞ്ചമാണല്ലോ മോർച്ചറിയെ തീർച്ചയായിട്ടും ചുറ്റിപ്പറ്റിയുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും. അവിടെയാണ് ഒരു കാവൽക്കാരനായിട്ട് നിൽക്കുന്നത്. ആ ഒരു അനുഭവതലം എങ്ങനെയായിരുന്നു? അതായത് ഇപ്പോൾ കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് അവിടുത്തെ സുരക്ഷാ ജീവനക്കാരൻ എന്ന നിലയിൽ ഈ മുൻപ് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഇടയ്ക്കൊരു യൂട്യൂബർ വന്നിട്ട് മെഡിക്കൽ കോളേജ് മോർച്ചറിയുടെ മുൻവശത്ത് ഭയങ്കര സൗണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞൊരു യൂട്യൂബർ, വളരെ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നൊരു യൂട്യൂബറാണ്. കാരണം കാര്യങ്ങൾ വ്യക്തതയില്ലാതെ, പക്ഷേ ഈ യൂട്യൂബർ ചെയ്തതെന്ന് പറഞ്ഞാൽ വേറൊരാൾ ചെയ്തതിൻ്റെ ഒരു വീഡിയോയും കൂടി വെച്ചാണ് ചെയ്തത്. പക്ഷേ പൊതുസമൂഹം ആദ്യം കേൾക്കുമ്പോൾ, ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ, ഇപ്പം ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിരുന്നാലും പൊതുസമൂഹം ആദ്യം കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം പറയുന്ന ഒരു വാക്കായിരിക്കും പെട്ടെന്ന് അവർ ക്യാച്ച് ചെയ്യുക, സ്വാഭാവികമായിട്ട്. തീർച്ചയായും. അപ്പം പുള്ളിയുടെ യൂട്യൂബിൽ പറഞ്ഞിരിക്കുന്നത് ഒരു പേടി സ്വപ്നമായിട്ടാണ് കാണിച്ചത്. രാത്രി 2 മണിക്ക് എന്തോ നിന്ന് യൂട്യൂബർ എടുത്തതാണ്. അപ്പോൾ പുള്ളിയുടെ എല്ലാ യൂട്യൂബ് കാണുന്നതാണ്. അപ്പം നമ്മൾ പല ആൾക്കാരും ഇപ്പോഴത്തെ പുതു ജനറേഷൻ, അതായത് നമ്മൾ പുതിയ ആൾക്കാർക്ക്, പുതിയ ജനറേഷനിലുള്ള ആൾക്കാർ പെട്ടെന്ന് ആ വാർത്ത കാണുമ്പോൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകും.